പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചെന്നൈയിലെ ആദ്യത്തെ ദിവസം സ്റ്റാർട്ടായി അല്ലേ. രാവിലെ ഞങ്ങൾ വടപളനി എന്ന് പറയുന്ന അമ്പലത്തിലെത്തി. ഇവിടെ എത്തിയിട്ടതാ മുല്ലപ്പൂവൊക്കെ വാങ്ങുന്ന പരിപാടിയിലാണ് കേട്ടോ. മുല്ലപ്പൂവൊക്കെ വാങ്ങി അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു കേട്ടോ. പുറത്തേക്ക് വന്നു, അപ്പോഴാണ് മുല്ലപ്പൂ വാങ്ങിയത്. ഇവിടെ മുഴ 50 രൂപയെന്ന് തോന്നുന്നു അല്ലേ. 50 രൂപയാണ് മുഴത്തിൽ. പക്ഷേ നല്ല മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വേണ്ട പാറമൊക്കെ എല്ലാവരും വെക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഇന്നത്തെ കാഴ്ചയിലേക്ക് കിടക്കാൻ പോകണ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുരുകൻ്റെ തീവ്രഭക്തനായ അന്നസ്വാമി നായകർ ദൈവത്തിൻ്റെ ഛായാചിത്രം സൂക്ഷിച്ച് ആരാധിച്ചിരുന്ന ഒരു ഓലമേഞ്ഞ കുടിലായിട്ടായിരുന്നു ആദ്യം ക്ഷേത്രം ആരംഭിച്ചത്. 1890 അതേ സ്ഥാനത്താണ് ക്ഷേത്രം പണിയുന്നത്. 1920 ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വിധേയമായി. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളുടെ പരമ്പരാഗത രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രവേശന കവാടത്തിലെ രാജഗോപുരത്തിൽ സ്കന്ദപുരാണത്തിലെ ഐതിഹ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന നിരവധി സ്തൂപങ്ങളുണ്ട്. ക്ഷേത്രമുറ്റത്ത് വരസിദ്ധി വിനായകൻ, ചൊക്കാനാഥർ, മീനാക്ഷി അമ്മാൾ, കാളി, ഭൈരവൻ, വള്ളി, ദേവയാനി എന്നിവരുൾപ്പെടെ നിരവധി സന്നിധികളുണ്ട്. 108 ഭരതനാട്യം നൃത്ത ആംഗ്യങ്ങളാൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കിഴക്കൻ ഗോപുരമുണ്ട്. ഗോപുരത്തിന് 40.8 മീറ്റർ ഉയരമുണ്ട്. ക്ഷേത്രത്തിൽ വിവാഹങ്ങളും മതപ്രഭാഷണങ്ങളും നടക്കുന്ന വിശാലമായ ഒരു ഹാളും ഉണ്ട്. പഴനി ക്ഷേത്രത്തിൽ തീർത്ഥാടനം നടത്താൻ കഴിയാത്ത ആളുകൾക്ക് തങ്ങളുടെ വഴിപാടുമായി വടപളനിയിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താമെന്ന വിശ്വാസം ഇവിടെ ശക്തമാണ്. പാദരക്ഷകൾ ധരിച്ച മുരുകനാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു വിഗ്രഹം കാണാൻ കഴിയൂ. വിവാഹത്തിന് അനുയോജ്യമായ സ്ഥലമായി കണക്കാക്കപ്പെട്ടതിനാൽ പ്രതിവർഷം 7000 വിവാഹങ്ങൾക്ക് ഈ ക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ നമ്മുടെ രാവിലത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ എത്തിയത് ഗീതത്തിലാണ്. ഗീതത്തിൽ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. എല്ലാം അകത്തേക്ക് കയറിയിട്ടുണ്ട്, ഞാൻ അകത്തേക്ക് കയറുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെന്നൈയിലെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങണം. സൂ ആണ് നമുക്ക് ലക്ഷ്യം. അവിടെ പോയി നോക്കാം. ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇന്ന് സൺഡേ ആണ്, എന്തായാലും നോക്കാം. ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ. മിനി ടിഫിൻ 150 രൂപയാണ് തോന്നുന്നു. 150 രൂപയാണ്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. കുഞ്ഞ് ഇഡ്ഡലി, മസാല ദോശ, പൊങ്കൽ, പിന്നെ കേസരി, വട, എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്തതല്ല. നമ്മൾ പൂരിയും മസാല ദോശയൊക്കെയാണ് സാധാരണ ഓർഡർ ചെയ്തത്. പക്ഷേ ഒരു മിനി ടിഫിൻ ഓർഡർ ചെയ്തു. അടിപൊളി ഐറ്റമാണ്. അങ്ങനെ നമ്മുടെ ചെന്നൈ യാത്രയുടെ ആദ്യത്തെ ദിവസം, പകൽ തൊട്ട് ആദ്യത്തെ ദിവസം നമ്മൾ എത്തിയിരിക്കുന്ന സൂവിലാണ്. ഇനി സൂവിലെ കാഴ്ചയിലേക്ക് പോകാം. എല്ലാവരും അകത്തോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചിലയായിട്ടായി നേരെ ഉള്ളിലോട്ട് പോകാം. അങ്ങനെ ഇവിടെ നിന്നുള്ളൊരു ചെറിയൊരു ബസ്സിൽ എല്ലാവരും കയറ്റിട്ട് നേരെ ഒരു സവാരിക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പ്രത്യേക ടിക്കറ്റാണ്. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ്. ബസ്സിൽ കയറിയിട്ട് ഒന്ന് ചുറ്റി എന്തോ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നേരെ പോയി നോക്കാം. വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നേരെ പോകും ഗാർഡനുള്ളിലേക്ക്.
ചെന്നൈ വണ്ടല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാലയാണ് അരിങ്ങാർ അണ്ണ മൃഗശാല. വണ്ടല്ലൂർ മൃഗശാല എന്നും ഇതിനെ അറിയപ്പെടുന്നു. ചെന്നൈ നഗരത്തിൽ നിന്നും ഏകദേശം 31 കിലോമീറ്റർ തെക്കാണ് അരിങ്ങാർ അണ്ണ മൃഗശാല. 1855 തുടങ്ങിയ ഈ മൃഗശാല ഇന്ത്യയിലെ ആദ്യ പൊതു മൃഗശാലയാണ്. 1490 ഏക്കറിലാണ് ഇതിൻ്റെ വിസ്തീർണം. 2012 കണക്ക് പ്രകാരം വന്യനാശ ഭീഷണി നേരിടുന്ന 46 ജന്തുഗണം ഉൾപ്പെടെ 1500-ൽ പരം ഗണത്തിൽപ്പെട്ട ജന്തുക്കൾ ഇവിടെയുണ്ട്. മൃഗശാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് പാക്കേജുകൾ നമുക്കകത്ത് കാണാൻ കഴിയും. ഒന്ന്, നാഷണൽ പാർക്ക് സന്ദർശിക്കാനുള്ള ഒരു അവസരമാണ്. 150 രൂപ ടിക്കറ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബസ്സിൽ കയറി ഇതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. കുറേ സഞ്ചരിച്ച് നമ്മളെത്തുന്ന മറ്റൊരു ഗേറ്റിലാണ്. ഈ ഗേറ്റ് വഴി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ സിംഹം, കടുവ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ പ്രവേശിച്ചു. എല്ലാവരും വളരെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ അതിലേക്കുള്ള യാത്ര. മറ്റൊരു യാത്ര 150 രൂപയുടെ മറ്റൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഇലക്ട്രിക്കൽ കാറിൽ സൂ മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പറ്റും. അങ്ങനെ ആദ്യം ഞങ്ങളെടുത്തത് ഈ വണ്ടിയിലുള്ള യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ സിംഹം, കടുവ ഒക്കെയുള്ള ഭാഗത്തേക്ക് എത്തി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഏകദേശം 1-2 കണ്ടു. എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ആ യാത്ര തുടർന്നു. എന്താ അങ്ങനെ കിടക്കുകയാണല്ലേ? എന്താ शौक काटना देते भाई, तो निकल मिलता है। അങ്ങനെ ഞങ്ങൾ ജംഗിൾ സവാരിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് പോകേണ്ട റൗണ്ടിങ് ആണ്. അങ്ങനെ നമ്മുടെ സൂ റൗണ്ടിങ്ങിലേക്ക് പോകാൻ കേട്ടോ. വണ്ടി ഇവിടെ നിന്ന് നമ്മുടെ സാരഥിയുണ്ട്. പിന്നെ അതേപോലെ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഉള്ളൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം. സൂ റൗണ്ട്
வண்டி வந்து உங்களுக்கு 45 நிமிஷம் டைம் உங்களுக்கு. சரிங்களா? இங்க ஃபர்ஸ்ட் பாத்தீங்கன்னா நெக்ஸ்ட் சிம்பான்சி இன்னும் கொஞ்சம் தள்ளி போனீங்கன்னா பறவைங்களா இருக்கு. இந்த 3 இடம் மட்டும் நீங்க லாஸ்டா வாக் பண்ணி பார்க்கலாம். நான் வந்து என்னோட 45 நிமிஷத்துல நான் சொல்றதை கவனிச்சுக்கோங்க. நான் என்னோட டைம் 45 நிமிஷம். அதுல வந்து லாங்ல இருக்க பெரிய அனிமல்ஸ் ஒரு 4 இடம் ஸ்டாப் பண்ணுவேன். அதுலயே என் டைம் முடிஞ்சிடும். டைம் முடிஞ்ச உடனே வீலுக்கு ஆப்போசிட்ல டிராப் பண்ணிட்டு நான் போயிடுவேன். வெயிட் பண்ண மாட்டேன். நீங்க இதை பொறுமையா நடந்து பார்க்கணும். இல்ல வேணாம்னா அங்க போய் கூட இறங்கிக்கலாம். சரிங்களா? டோட்டலா 45 மினிட்ஸ். ஆமா. அங்க முன்னாடி സ്നേക്സ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് 4 സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്യും. അവിടെ ഇറങ്ങി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ബാക്കി വണ്ടിയിൽ ഇരുന്ന് കണ്ടിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സൂവിനെ ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ஃபர்ஸ்ட் லெஃப்ட் சைடு பாருங்க. ரியா பேர்ட். ரியா பேர்ட். அது நம்ம இது. லிமு லிமு. ரியா. சரி பாக்கலாம். நாலு ஸ்பைன் கண்ணாடி இருக்கு. நாலு ஸ்பைன். அட. அதுக்கடா. லாஸ்ட். நாலு ஸ்பைன் நாலு. லெஃப்ட் பாருங்க. லெஃப்ட் சைடு பாருங்க. நிக்கு நிக்கு. லெஃப்ட்ல பாருங்க இந்தியன் கார். இந்தியன் கார். ஃபாரஸ்ட் கவ். പശുവിനെയൊക്കെ കൗവാണ് കേട്ടോ. അടുത്തത് ரைட் சைடு. നമ്മളെ കാണിക്കാൻ വേണ്ടി വേറെ ഒരു സാധനം പിന്നെ കുറേ മാറി ഇത് തന്നെ ഇവിടെ അപ്പുറത്ത് രണ്ടിനെ കാണുന്നത്. എല്ലാവരും നടന്നാ പോയത്. വൈറ്റ് ടൈഗർ. இங்க ஒயிட் டைகர் மட்டும் ஒரு 5 மினிட்ஸ் வெயிட் பண்ற பாத்துவாங்க. என்ன பண்ணிட்டு போறது? இல்ல பயம்.
വൈശാഖ വൈശാഖ വൈശാഖ് വൈശാഖ് അങ്ങനെ ഞങ്ങൾ ഇലക്ട്രിക്കൽ കാറിലുള്ള സഞ്ചാരമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഒരു ടീമിനെ കണ്ടു കേട്ടോ. ഇവരിങ്ങനെ നടന്നാ പോയിരുന്നത് ഫുള്ള് കേട്ടോ. എന്നിട്ട് നേരെ ഇനി പോകാൻ പോകുന്നത് ഫിഷ് അക്വേറിയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം. എന്തായാലും ഇവരെ ഇങ്ങനെ കവർ ചെയ്ത് പോയി കേട്ടോ. വണ്ടി അങ്ങനെ ഇവരെ കവർ ചെയ്ത് പോയി. അങ്ങനെ ഫിഷ് അക്വേറിയത്തിൻ്റെ പാർട്ടിൽ ഇറങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ നേരെ ആ ഫിഷ് അക്വേറിയം ലക്ഷ്യമാക്കി നേരെ പോവുകയാണ് കേട്ടോ. ജിറാഫ് റൈറ്റിൽ ജിറാഫ് ഉണ്ട്. ജിറാഫ് ജിറാഫ്
പോരെ. അപ്പോൾ നമ്മൾ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ. അതായത് ഒരു ടീം വണ്ടിയിൽ അങ്ങോട്ട് പോയി, ഞങ്ങളിങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നടന്നൊക്കെ ആയിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്തത്. പക്ഷെ നടന്നു പോയ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. സുനിച്ചേട്ടാ, ഈ സൂ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് അല്ലേ? ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ സൂ ആണ്. രണ്ടാമത്തെ സൂ അല്ലേ? 1855 സ്ഥാപിച്ചത്. 169 years ആയി തുടങ്ങി. ഓ, അത്രയായില്ലേ? ഓൾമോസ്റ്റ് 2000. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഏതാ? ഇന്ത്യയിൽ ആദ്യത്തെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഈ വൈൽഡ് ലൈഫ്, പക്ഷേ രണ്ടാമത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി മുതുമല കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടെയാണ് ഈ സൂ. ഏകദേശം 2533 സ്പീഷീസ് ഫ്ലോറ ആൻഡ് ഫൗണ ഉണ്ടെന്നാണ് ഇതിൻ്റെ പറയുന്നത്. വലിയ മയിലുകളും മാനുകൾക്ക് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അതെ, അത് ശരി. ഇവിടെ നമ്മൾ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യം മറ്റുള്ള സൂവിലൊക്കെ എന്ന് പറയുന്നത് ഓരോരോ കൂട്ടിൽ പ്രത്യേകം ഇട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ എങ്കിലും കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു വിഹാരം അല്ലേ, സ്വൈര്യ വിഹാരം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ വണ്ടല്ലൂർ കൊണ്ടൊന്ന് സ്ഥാപിച്ചത് 1985 1855 സ്റ്റാർട്ട് ചെയ്ത് 1985 ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഓപ്പൺ ആക്കി വണ്ടല്ലൂരിലോ. അതായത് നല്ലൊരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിന് ഇവിടുത്തെ ചാർജ് 200 ആണ് പെർ ഹെഡ്. ലയൺ സഫാരിക്ക് 150 അതൊരു വണ്ടിയിൽ, അതായത് ബസ്സിൽ കൊണ്ടുപോകും. പിന്നെ അല്ലാതെ അതെ, പിന്നെ 45 മിനിറ്റ്സ് നമുക്ക് ചെറിയൊരു ഇലക്ട്രിക് ബാറ്ററി വെഹിക്കിൾ ഉണ്ട്, അതിൽ പോകാൻ പറ്റും. അത് 150 ആണ്. കുട്ടികൾക്ക് 50. മറ്റേത് കുട്ടികൾക്ക് 30 ഉള്ളൂ കേട്ടോ. സൈക്കിൾ എടുത്ത് യാത്ര ചെയ്യുന്നത് കണ്ടില്ലേ, സൈക്കിൾ എല്ലാവരും നടക്കുന്നുണ്ടല്ലേ. സൈക്കിൾ യാത്ര വളരെ മനോഹരമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ യാത്രയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതേപോലുള്ള ഈ വെഹിക്കിളിലും നമുക്ക് ഇലക്ട്രിക് സൈക്കിളും ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു യാത്രയാണ്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവരിങ്ങനെ ഒരു ടീമായിട്ട് തന്നെ പോകാം. ഇത് 150 രൂപയാണ് പെർ ഹെഡ്, കുട്ടികൾക്ക് 50 ആണ്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.